ഹലോ അസ്സലാമു അലൈക്കും. റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മസാലകളൊന്നും അധികം ചേർക്കാത്ത പച്ചമുളക് മാത്രം ചേർത്തിട്ടുള്ള ഒരു വെജിറ്റേറിയൻ കറിയാണിത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് നിങ്ങൾ ലൈക്ക് തരണം, സപ്പോർട്ട് തരണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് കടലക്കപ്പരിപ്പും അതേപോലെ തന്നെ 1 ടീസ്പൂണ് നമ്മൾ ഉഴുന്ന് പരിപ്പും ചേർത്തത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ കടുക് ചേർക്കുന്നില്ല. അതിലേക്ക് ഞാൻ ഒരു 3 വറ്റൽമുളകും ചേർത്ത് കൊടുത്തു. അത് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു ചെറിയ ഇഞ്ചി, അതേപോലെ ഒരു 5 പച്ചമുളകും, ഒരു 4 or 5 പച്ചമുളക്. എൻ്റെ എരിവ് കുറഞ്ഞ പച്ചമുളകായതുകൊണ്ട് ഞാൻ 4 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ ബീട്രൂട്ട്, അതേപോലെ 1/4 കപ്പ് നമ്മൾ ഗ്രീൻ പീസ്, ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറടച്ച് നമ്മൾ വെജിറ്റേറിയനൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 2 വിസിലാണ് ഞാൻ ഇട്ടത്. നല്ലതുപോലെ തന്നെ വേവിച്ച് അത് നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങൻ്റെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ചിട്ട് വേണം പാലെടുക്കാനും. നല്ലതുപോലെ തേങ്ങൻ്റെ 1/4 പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്കതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. നമ്മൾ ഈ കറിയിൽ വേറൊരു മസാലകളോ ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല. വെറും പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റും. അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് ഇത്. എല്ലാത്തിനും അപ്പം അതുപോലെ ഇടിയപ്പം എല്ലാത്തിനും പറ്റുന്ന ഒരു കറി തന്നെയാണ്. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ള പച്ചക്കറി നിങ്ങൾക്ക് വെജിറ്റേറിയൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരണം, ലൈക്ക് തരണം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.